ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിന്ന് മലയാറ്റൂർ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ വന്ന വ്ളോഗൊക്കെ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാവേ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവരെ വീട് വരുന്നത് കോടനാടാണ് കേട്ടോ. അതായത് മലയാറ്റൂർ അടുത്ത് കോടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വല്യമ്മയുടെയൊക്കെ വീട് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ പോയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതി വെയിലൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ വലിയ വെയിലും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ പോയിട്ട് ജീപ്പിനാണ്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ വീട്ടിൽ 10 പേരുണ്ടെങ്കിലും നമ്മൾ 5 പേര് പോയിട്ടുണ്ടായിരുന്നു. 5 പേര് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ, പുതിയതായിട്ട് വിളിച്ചു വെച്ച ഡ്രൈവർ. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവറിന്റെ അസിസ്റ്റന്റ്. ആണെങ്കിലും എടുത്ത മെഴുതിരിക്കണ്ടതിന്റെ അങ്ങനെ ഞങ്ങൾ നേരെ മലയാറ്റൂരെത്തിയിട്ടാ. പറഞ്ഞ പോലെ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ താഴത്തെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിറച്ച് കുരങ്ങന്മാരായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, പതിവിലാണ് നിറച്ച കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ വേറെ ഫുഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ആ ജീപ്പിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ ഇനി കുരങ്ങന്മാർ കയറി എടുത്തുകൊണ്ട് പോകുന്നിരുന്നു. നമ്മൾ വേറെ ഫുഡ് എടുത്തിട്ടുണ്ടായില്ല. ജസ്റ്റ് വെള്ളം മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മല കയറാനായിട്ട് തുടങ്ങിയിട്ടാ. വേർത്ത് ശരിക്കും നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ വേർത്ത് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിപ്പോഴേക്ക് അത്യാവശ്യം ഡ്രസ്സ് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും വേർത്തിട്ട്. അങ്ങനെ നമ്മൾ ഓരോ ഇതെത്തുമ്പോൾ നമ്മൾ തിരിയെത്തിച്ചാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം ഇരുന്നിട്ടൊക്കെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. മേളിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ദാഹവും അതുപോലെ തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഉപ്പ് സോഡയൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ തണുപ്പൊന്നുമില്ല. അവിടെ മേളിൽ ഷോപ്പിൽ നല്ല റേറ്റാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നമ്മൾ ഫുഡ് മീൻസ് നമുക്ക് ചെറിയ സ്നാക്സ് എന്തെങ്കിലും അതുപോലെ തന്നെ വെള്ളമൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. നമ്മൾ നോർമൽ വാങ്ങിക്കണമെങ്കിലും ഡബിൾ ഇരട്ടി റേറ്റ് ഉണ്ട് കേട്ടോ മേളിൽ. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അവിടെ ഓരോ സാധനങ്ങളും മേളിൽ എത്തിക്കണതിൻ്റെതായ ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർക്ക് ആ റേറ്റ് വന്നത്. നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല കേട്ടോ. ചിലപ്പോൾ സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേളിൽ എത്തിക്കഴിയുമ്പോൾ വാങ്ങിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇത്രയും റേറ്റാണെന്നൊക്കെ വിചാരിക്കണത്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ മേളിലെത്തിയിട്ട് ഫുള്ള് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അധികം നേരം ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മേളിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ച 12 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് വന്നിട്ട് ആനകുത്തിയ പള്ളി ആണ് കേട്ടോ. ഇതിൻ്റെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. മേളിൽ ചെന്നിട്ടുള്ള വ്യൂ ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കാണാൻ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അടുത്ത വ്യൂവും അതുപോലെ തന്നെ കുറച്ച് നേരം നമ്മളിരുന്ന് കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരാവേ. ബൈ ബൈ.